mother of gratitude and gratefulness is good qualities, then who is their father? ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആലിസ് മാത്യു. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും ഗ്രേറ്റ്ഫുൾനെസ്സിൻ്റെയും അമ്മയാണ് ഗുഡ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദിയുടെയും കൃതജ്ഞതയുടെയും അമ്മയാണ് നല്ല ഗുണങ്ങൾ അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റീസ്. അപ്പോൾ ആരാണ് അവരുടെ അച്ഛൻ? കാരണം ഒരു അമ്മയുണ്ടെങ്കിൽ അവർക്കൊരു അച്ഛനും ഉണ്ടായിരിക്കണമല്ലോ, ഇല്ലേ? അപ്പോൾ ഈ അച്ഛൻ ആരാണെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ഈ മക്കളുടെയും അമ്മയുടെയും കാര്യം ഒന്ന് നോക്കാം. നന്ദിക്കും കൃതജ്ഞതയ്ക്കും ഓൾമോസ്റ്റ് സെയിം അർത്ഥം തന്നെയല്ലേ ഉള്ളത്. പിന്നെ സഹോദരങ്ങളാകുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉള്ളതുപോലെ തന്നെ ഇതിനും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, അത്ര തന്നെ. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി, അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് നമ്മൾ മറ്റുള്ളവരോട് പ്രകടിപ്പിച്ച് കാണിക്കുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ താങ്ക് യു എന്നൊക്കെ പറയും. കൃതജ്ഞത എന്ന് പറയുന്ന ഒരു ഇന്റേണൽ ഫീലിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ അത് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അങ്ങ് വരികയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരുമ്പോൾ നമ്മളുടെ ടേബിളിൽ അത് സെർവ് ചെയ്തിരിക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമില്ലേ? ഓ, എന്നെ അത്രയും കെയർ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ എൻ്റെ ഫുഡ് റെഡി. അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഹസ്ബൻഡ് ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കി തരിക, എഴുന്നേറ്റ് വരുമ്പോഴത്തേന് ചൂടായിട്ടുള്ളൊരു കാപ്പി കിട്ടിയെന്ന എന്നാ ഒരു സന്തോഷമാണല്ലേ? നമ്മളെ അത്രയും കെയർ ചെയ്യുന്നുണ്ടല്ലോ, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഹിം എന്ന് പറഞ്ഞാൽ സന്തോഷം അങ്ങ് തിങ്ങി നിറയുവാണ്. അയ്യോ, ഇനി എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്, അല്ലേ? അപ്പം നമ്മൾ ആ ഫീലിംഗ് ആണ് ഗ്രേറ്റ്ഫുൾനെസ്. അങ്ങനെ ആ ഗ്രേറ്റ്ഫുൾനെസ് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ നമ്മളെ ആ ഗ്രേറ്റ് ആക്കിയവരോട് നമ്മളൊരു നന്ദി പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. ഇപ്പോൾ മനസ്സിലായില്ലേ? ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും ഗ്രേറ്റ്ഫുൾനെസ്സിൻ്റെയും വ്യത്യാസം ഓൾമോസ്റ്റ് സെയിം ആണ്. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ കൂടുതലായിട്ട് നിർവചിക്കാൻ സാധിക്കുമെങ്കിൽ അതെന്നോടൊന്ന് പറയണം കേട്ടോ, കമൻറ്റിൽ ഒന്ന് ഇട്ടാൽ മതി. അങ്ങനെ ഈ ഗ്രാറ്റിറ്റ്യൂഡും ഗ്രേറ്റ്ഫുൾനെസ്സും ഉള്ള ഒരാൾക്ക് കണിശമായിട്ടും ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ആ ഗ്രേറ്റ്ഫുൾനെസ് ഫീൽ ചെയ്യാനും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പം ഒരാളുടെ ഗുഡ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് പറയാം. പക്ഷെ അതിനകത്ത് കുറച്ച് കാര്യം ഞാനൊന്ന് പറയാം. ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത, അതുപോലെ ട്രസ്റ്റ് വർത്തിനെസ്, വിശ്വസ്തത. ഇപ്പോൾ നമ്മൾ സത്യസന്ധമാണെങ്കിൽ തന്നെ പകുതി പ്രശ്നം തീർന്നു, മനസ്സിലായോ? നമ്മളിപ്പോൾ എന്നതിനെങ്കിലും ചുമ്മാതെയാണേലും ഒരു നുണ പറഞ്ഞെന്നാൽ ആ നുണയൊന്ന് സത്യമായിട്ട് ആവിഷ്കരിക്കാൻ എന്തുമാത്രം കളവ് പറഞ്ഞാലാണ് ആകുന്നത്, ഇല്ലേ? എന്നിട്ടോ അവസാനം ആ കള്ളം പൊളിയുകയും ചെയ്യും. അപ്പോൾ അതിനേക്കാളൊക്കെ ഭേദമാണ് സത്യം തന്നെ അങ്ങ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാടുണ്ട്. റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളവരെ, അക്കൗണ്ടബിലിറ്റി ഉള്ളവരെ, ഇൻറ്റഗ്രിറ്റി ഉള്ളവരെ. പിന്നെ ഗുഡ് ക്വാളിറ്റീസിൻ്റെ നിരയിലുള്ളതാണ് റെസ്പെക്റ്റ്. പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടൊരു കാര്യങ്ങൾ ചെയ്യുക, അക്കൗണ്ടബിൾ ആയിരിക്കുക, ഇൻറ്റഗ്രിറ്റി ഉള്ളതായിരിക്കുക. അതുപോലെ ഫെയർനെസ്, എല്ലാത്തിനും നീതിയായിട്ട് ന്യായമായിട്ട് പെരുമാറുക. കുശുമ്പും പകയും വിദ്വേഷവും ഒന്നും ഇല്ലാതിരിക്കുക. ഇങ്ങനെ നീണ്ടു പോവുകയാണ് ഗുഡ് ക്വാളിറ്റീസിന് നിരയിൽ. ഒരാൾക്ക് മുഴുവൻ ഗുഡ് ക്വാളിറ്റീസ് ഒന്നും കാണുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ മുഴുവനും ഗുഡ് ക്വാളിറ്റീസ് മാത്രമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചെന്നാൽ കണ്ടുപിടിക്കാനായിട്ടും ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. പക്ഷേ അത്യാവശ്യമായിട്ടുള്ള ഗുഡ് ക്വാളിറ്റീസ് എല്ലാം മനുഷ്യർക്കും അത്യാവശ്യമാണ്. നമുക്ക് ജീവിതത്തിലെ ചലഞ്ചസിലും പ്രയാസങ്ങളിലും ഒക്കെ നമുക്ക് അരിശവും ദേഷ്യവും ഒക്കെ വന്നെന്നിരിക്കും. അതൊക്കെ നോർമലാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അതൊന്നും ഇല്ലാതായിട്ടുള്ള മനുഷ്യരൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഇച്ചിരി അരിശവും ദേഷ്യവും ഒന്നും വന്നെന്ന് പറഞ്ഞാലും അയാളിലുള്ള മറ്റു ഗുഡ് ക്വാളിറ്റീസ് ഒന്നും അങ്ങനെ എവറായിട്ടൊന്നും നശിക്കത്തില്ല. ആ ടെമ്പററി ആയിട്ട് ആ ഒരു മൊമെന്റിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ നമ്മളോട് ഒരാൾ വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചുമ്മാ ബി കാം, മറ്റേ സൈലന്റ് ആയിട്ടിരിക്കുക, അങ്ങനെയൊന്നും പറയുന്നൊന്നും നടപ്പുള്ള കാര്യമല്ല കേട്ടോ. നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അത് കഴിഞ്ഞേച്ച് നമുക്ക് പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മളൊരു ആത്മപരിശോധന അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷൻ നടത്തിയിട്ട് നമ്മൾ തിരിച്ചു വരണം, നമ്മുടെ ആ ഗുഡ് ക്വാളിറ്റീസിലേക്ക് തിരിച്ചു വരണം. എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആ വിദ്വേഷവും പകയും ദേഷ്യവും അരിശവും എല്ലാം വെച്ചുകൊണ്ടിരുന്ന നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ സാധിക്കത്തില്ല കേട്ടോ. ഇൻഫാക്ട് നമ്മുടെ ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ നശിച്ചു പോവുക മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിനും ഗ്രേറ്റ്ഫുൾനെസ്സിനും ഒരു അമ്മയുണ്ട്. അതാണ് ഗുഡ് ക്വാളിറ്റീസ്, അല്ലെ നല്ല ശീലങ്ങൾ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനൊരു അച്ഛനും വേണ്ടേ?
അങ്ങനെ വരുമ്പോൾ അവരുടെ അച്ഛനാണ് ഹ്യൂമിലിറ്റി ആൻഡ് ഗിവിങ്. അയ്യോ, ഈ അച്ഛനെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ. ഇതുവരെ ആരും അങ്ങനെ ഗുഡ് ക്വാളിറ്റീസിൻ്റെ അച്ഛനെ കുറിച്ചൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല, ഞാനെങ്ങും വായിച്ചിട്ടുമില്ല. അപ്പം നിങ്ങളെങ്ങാനും വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ അച്ഛനുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം കേട്ടോ. പക്ഷെ ഞാൻ ഓർത്തിട്ട് ഹ്യൂമിലിറ്റി ആൻഡ് ഗിവിങ് കുഡ് ബി ദ ഫാദർ ഓഫ് ഗുഡ് ക്വാളിറ്റീസ്. അപ്പോൾ ഈ ഹ്യൂമിലിറ്റി ആൻഡ് ഗിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയവും ദാനശീലവും എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. വാസ്തവം പറഞ്ഞാൽ ഹ്യൂമിലിറ്റിയും ദാനശീലവും നമ്മുടെ ഗുഡ് ക്വാളിറ്റീസ് തന്നെയാണ് വരുന്നത്. ഞാനിപ്പോൾ നോക്കിയിട്ട് അതേ ഉള്ളൂ നമുക്ക് അച്ഛനാക്കാവുന്ന ഒരു കാര്യം കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ വിനയവും ദാനശീലവും ഉള്ള ആളുകൾക്ക് കണിശമായിട്ടും ഗ്രാറ്റിറ്റ്യൂഡും ഗ്രേറ്റ്ഫുൾനെസ്സും ഉണ്ടായിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. നമ്മൾ ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കാതെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ കീഴടക്കിയെന്നാലും ഒരിത്തിരി വിനയമൊക്കെ ആകാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യുക, അവരോട് സംസാരിക്കാൻ കിട്ടുന്ന ചാൻസിലൊക്കെ സംസാരിക്കുക. അത്രയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമ്മൾക്ക് വിനയം ഉണ്ടാകാനായിട്ടും ബഹുമാനം ഉണ്ടാകാനായിട്ടും. ഞാൻ പറയുമ്പോൾ ഞാനങ്ങ് വിനയത്തിൻ്റെ മൂർത്തിഭാവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എനിക്ക് ഐ എം ഫുൾ ഓഫ് ഫ്ലോസ്. എനിക്ക് ഇഷ്ടം പോലെ വീഴ്ചകളുള്ള ഒരു സാധാരണയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഞാൻ. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറയാം. മാത്യൂസ് ഹോമിൽ ഞാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി. എന്നെ കാണാൻ ഇവിടെ ദിവസവും എന്ന പോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ബന്ധുക്കളൊക്കെ വരുന്നുണ്ട്. അവരല്ല, എനിക്ക് അറിയത്തുപോലും ഇല്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അവർ വരുമ്പോൾ എന്നെ തിരക്കും. ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവർ, എൻ്റെ വീഡിയോസിലൂടെ എന്നെ പരിചയപ്പെട്ടവരാണ്. അവർക്കൊക്കെ എന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചില ദിവസങ്ങളിലാണെങ്കിൽ 4-5 പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ റൂമിലാണെങ്കിൽ ഇവിടുത്തെ മാനേജർ വിളിച്ചിട്ട് എന്നോട് ചോദിക്കും, ആലിസാൻഡി ഫ്രീ ആണോ, ഒരാൾ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട്, വരാൻ പറ്റുമോ എന്ന്. ഞാൻ പറയും ദേ വന്നെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഉടൻ തന്നെ ഇട്ടിരിക്കുന്ന വേഷത്തിൽ ഞാൻ അന്നേരം തന്നെ ആദ്യപടിയെ ഞാൻ ഇറങ്ങി അവരെ കാണാനായിട്ട് പോകും. കാരണം അവർക്ക് എന്നെ കാണണമെന്ന് പറയുമ്പോൾ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. അവർക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടില്ലേ എന്നെ കാണണമെന്ന് പറയുന്നേ. അപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. അങ്ങനെയാകുമ്പോൾ എനിക്ക് കണിശമായിട്ട് ഞാൻ ഉറങ്ങുവാണെങ്കിലോ എന്തോ ആണെങ്കിലും ഞാൻ അപ്പോൾ തന്നെ താഴെ ഇറങ്ങിച്ചെന്ന് അവരുമായിട്ട് സംസാരിക്കും, അവരോട് താങ്ക് യു പറയും. ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ചുമ്മാതെ താങ്ക് യു എന്ന് പറയുന്നതല്ല. ഞങ്ങൾ 3ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. പക്ഷേ അതിലൂടെ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ പോയി കാണും. ഇതെന്നെ അങ്ങ് ഭയങ്കര ഞാൻ വലിയ മഹതിയാണെന്നൊന്നും കാണിക്കാനായിട്ടൊന്നും അല്ല പറഞ്ഞു കേട്ടോ. പക്ഷെ എനിക്ക് അത്രയ്ക്കും ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ. കാരണം എന്നെ തിരക്കി ഒരാൾ വരുന്നെന്ന് പറഞ്ഞ് എന്നെ അന്വേഷിച്ച് വന്നാൽ ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എഴുന്നേറ്റ് നടക്കാമെങ്കിൽ ഞാൻ കണിശമായിട്ടും അവരെ പോയി കാണും, അവരോട് ഇത്തിരി നേരം സംസാരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദാനശീലം എന്ന് പറഞ്ഞാൽ ഗിവിങ്. നമ്മൾക്ക് ദൈവം ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളാ കഴിയുന്നത് മറ്റുള്ളവരെയും നമ്മൾ സഹായിക്കണം. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ വളരെയധികം സന്തോഷം കിട്ടും. നമ്മൾ റിസീവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് ആ സന്തോഷം വരുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളൊന്നും കൊടുക്കാനൊന്നും പറ്റുമല്ലോ കേട്ടോ. നമുക്കാകുന്നത് പോലെ നമ്മുടെ കഴിവിനനുസരിച്ച് കൊടുക്കണം. പക്ഷെ ആ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എനിക്കറിയാം കേരളത്തിലെ ഒരുപാട് ആൾക്കാർ ചാരിറ്റി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ നല്ല മനസ്സിന് 1000 നന്ദി. അവരൊക്കെ എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. നമ്മുടെ മനസ്സിൽ ഒരു അനുകമ്പ ഉണ്ടായിട്ട് നമ്മളത് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസിനായിട്ട് ചെയ്യണം. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാനിത് പറയാനൊന്നും വിചാരിച്ചതൊന്നും അല്ല. പക്ഷേ ഞാനും ഹസ്ബൻഡും കൂടി 6 വർഷം മുമ്പ് ഞങ്ങളൊരു മാത്യൂസ് ഫൗണ്ടേഷൻ ഉണ്ടാക്കി. അതിൽ നിന്ന് വർഷം തോറും 2 നേഴ്സിംഗ് സ്റ്റുഡൻസിന് സാമാന്യം നല്ല തുക തന്നെ സ്കോളർഷിപ്പായിട്ട് കൊടുത്തു വരുന്നുണ്ട്. നിങ്ങൾ ഓർക്കും നേഴ്സിംഗ് സ്റ്റുഡൻസിന് എന്താണെന്ന്. ഞാൻ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. എനിക്ക് നേഴ്സിംഗ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ നേഴ്സസിന് വിലയില്ലാത്തത്. അതുകൊണ്ട് എന്ത് പറ്റി, നല്ല നേഴ്സസ് ഒക്കെ ഇവിടെ പഠിച്ചിട്ട് അവര് വെളിനാട്ടിൽ പോകും. അവിടെ അവര് നല്ലതായിട്ട് എക്സൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നേഴ്സിംഗ് പ്രൊഫഷനെ വളർത്താനും ഈ നേഴ്സിംഗ് ലീഡർഷിപ്പിൽ മുന്നേറാനായിട്ടും ഉള്ള കഴിവുള്ള സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ അവരിൽ അങ്ങനത്തെ ഒരു ആശയം ഇട്ടുകൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ഞാൻ ഈ പിള്ളേർക്ക് ചുമ്മാതെയല്ല സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അവരോട് പറയും നേഴ്സിങ്ങിനെ കുറിച്ച്, അവർക്ക് എന്താകണം, അവരുടെ എൻവിഷൻ എന്താണ്, അവരെന്ത് ചെയ്യും ഈ നേഴ്സിംഗ് പ്രൊഫഷൻ വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു എസ്സേ ഒക്കെ എഴുതിപ്പിച്ചിട്ട് മാത്രമാണ്
ഞാൻ ആ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അത് എൻ്റെ ഒരു പാഷൻ, എനിക്ക് നേഴ്സിങ്ങിനോടുള്ള ഒരു പാഷൻ കൊണ്ട്. അതുപോലെ കഴിവുള്ള പോലെ ഇച്ചിരി ഫിനാൻഷ്യലി താന്നു നിൽക്കുന്നവർക്കൊക്കെ വേണ്ട സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആരോടും കൊട്ടിഘോഷിക്കാനും മാത്രമൊന്നും ഇല്ല. മറ്റുള്ളവരൊക്കെ എന്നെക്കാളും കൂടുതൽ കൊടുക്കുന്നുണ്ടെന്നറിയാം. എനിക്ക് കഴിവുള്ളത് എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരും. അത് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു സന്തോഷമാണ് കേട്ടോ. എനിവേ, ഗ്രാറ്റിറ്റ്യൂഡും ഗ്രേറ്റ്ഫുൾനെസ്സും ഹ്യൂമിലിറ്റിയും ഗിവിങ്ങും അല്ലെ ദാനശീലവും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് 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 സന്തോഷം അനുഭവിക്കാൻ കഴിയും എന്നത് ഷുവറാണ്. ശരിക്കും ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. God bless us all. Bye.